നമ്മുടെ ബൈക്കിൻ്റെ ഏതെങ്കിലും ലൈറ്റോ ഹോണോ ഇൻഡിക്കേറ്ററോ ഏതെങ്കിലും സാധനം വർക്കാവുന്നില്ല, പക്ഷേ ഹാൻഡിലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുമ്പോഴത്തേക്ക് അത് വർക്കാവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹാൻഡിൽ ബാറിന്ന് ഇവിടെ നിന്ന് പോകുന്ന ഈ ഒയർസിൽ വന്ന ഡാമേജ് കൊണ്ടായിരിക്കും. നമ്മുടെ മിക്കുള്ള ഓയിലിംഗ് കിറ്റിൻ്റെ കംപ്ലയിൻറ്റുകളും ഈ ഒരു പീസ് ഒയർന്നായിരിക്കും ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഫ്രീക്വൻ്റായിട്ട് അങ്ങോട്ട് കൊണ്ട് തിരിക്കുന്നുണ്ട്, ആ ഒയർസ് കുറച്ച് ഡാമേജ് കൂടുതലായിരിക്കും. എൻ്റെ ഇപ്പോൾ ഹെഡ്ലൈറ്റും ഈ ഫോഗ് ലാമ്പും എല്ലാം ജസ്റ്റ് ഹാൻഡിലൊന്ന് ഏതെങ്കിലും ഒരു ആംഗിൾ ചരിച്ചാൽ മാത്രമേ കത്തുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഓണായിരുന്നാലും ഹാൻഡിൽ ചരിക്കുമ്പോഴത്തേക്ക് അത് ഓഫാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പാർട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ഒന്ന് റിസോൾവ് ചെയ്ത് ശരിയാക്കി എടുക്കണം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹാൻഡിൽ നമ്മൾ എപ്പോഴും അങ്ങോട്ട് കൊണ്ട് തിരിക്കുന്നുണ്ട്, ഈ സൈഡിലോട്ട് വരുന്ന ഒയറൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ആവും. അത് എനിക്ക് ഈ ഒറ്റ ഒരു ഒയർ ബ്രേക്കായി കണക്ഷൻ വിട്ടുകൊണ്ടാണ് നമ്മുടെ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മാത്രം കത്തുന്നതാവുന്നത് വെച്ചാൽ ഇത് ചിലപ്പോൾ ഇങ്ങോട്ടാക്കുമ്പോഴത്തേക്ക് ആ രണ്ട് വരുമ്പോൾ ജോയിൻ്റ് ആവും. അങ്ങനെയാണ് കത്തിക്കൊണ്ടുന്നത്. മാറ്റുമ്പോഴത്തേക്ക് അത് വീണ്ടും അതിൻ്റെ കണക്ഷൻ വിടും. അങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനി തിരിച്ച് ജോയിൻ ചെയ്ത് ടേപ്പ് ചെയ്ത് ഈ പ്രോബ്ലം റിസോൾവ് ആകുന്നതായിരിക്കും. നമ്മൾ ഈ പ്രശ്നം ആ ഒയറൊക്കെ ഇൻസുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ തിരിച്ചാലും വളച്ചാലും ഒന്നും ലൈറ്റ് ഓഫ് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് പോകുന്ന ഈ ലൈനൊക്കെ വേണം ചെക്ക് ചെയ്യാൻ വേണ്ടി. അതായിരിക്കും മിക്കുള്ള സമയത്തും ഡാമേജ് വരുന്നത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.